ഇയ്യോബിന്റെ പുസ്തകം 34:30 അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ കേൾവിക്കാർക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും ആശംസിക്കുന്നു. സ്വസ്ഥത നൽകുന്ന ഇടയൻ എന്ന ഒരു വിഷയമാണ് നാം ഈ വാക്യത്തെ ആധാരമാക്കി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഈ വചനം കേൾക്കുവാൻ നല്ലൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം തന്നല്ലോ. നന്ദിയുള്ളവരായി വചനപ്രകാരം ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരട്ടെ. കൂടപ്പിറപ്പുകളെ സ്വസ്ഥതയില്ലാത്തവരോ നഷ്ടപ്പെടുത്തിയ മനുഷ്യരോ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഒരുപക്ഷെ നമ്മിൽ ചിലരൊക്കെ സ്വസ്ഥതയില്ലാത്തവരാകാം, അല്ലെങ്കിൽ ലഭിച്ച സ്വസ്ഥത, പ്രാപിച്ച സ്വസ്ഥത നഷ്ടപ്പെടുത്തിയവരാകാം. അങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് മറക്കരുത്. സ്വസ്ഥതയില്ലാത്തവർക്കൊരു സദ്വാർത്ത ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകും. ഇതൊരു വാഗ്ദത്തമാണ്. ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്ന വാഗ്ദത്തം. മനുഷ്യർക്ക് ആർക്കും സ്വസ്ഥത നൽകിത്തരാൻ കഴിയില്ല. അതിന് കഴിയുന്നവൻ ഒരേ ഒരുവൻ മാത്രം. അത് നമ്മുടെ മഹാ ഇടയനായ കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ ഇന്നും തൻ്റെ അടുത്ത് എത്തുന്നവർക്ക് സ്വസ്ഥത നൽകുന്നു. ദൈവം നമുക്ക് തൻ്റെ മുഖം മറച്ചു കളയുന്നില്ലെങ്കിൽ നാം നിശ്ചയമായും അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഇടയാകും. സ്വസ്ഥതയിൽ കഴിയുന്നവർ ഭയപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ആ സ്വസ്ഥത ശാന്തമായി ഒഴുകുന്ന ഒരു ജലാശയത്തേക്കാൾ ശാന്തതയുള്ളതും ആഴമുള്ളതും വിശാലതയുള്ളതും സൗന്ദര്യമുള്ളതുമാണ്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രമർപ്പിക്കുന്നു. പ്രിയരെ, ദൈവം മുഖം മറച്ചു കളഞ്ഞാൽ മനുഷ്യൻ അസ്വസ്ഥനാകും. പലരുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്ന അസ്വസ്ഥതയ്ക്ക് കാരണം ദൈവം അവരുടെ വിഷയങ്ങൾക്ക് മുഖം മറച്ചു കളഞ്ഞു എന്നുള്ളതായിരിക്കും. അസ്വസ്ഥത അനുഭവിക്കുന്ന മനുഷ്യൻ ഭയമുള്ളവനും നിരാശിതനുമാണ്. അവൻ നാശത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവനുമാണ്. എന്നാൽ നല്ല ഇടയന്റെ ശബ്ദത്തിന് കാതുകൊടുത്ത് തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുത്ത് തൻ്റെ കാൽച്ചുവടുകളെ ഇടയന്റെ അരികിലേക്ക് ചലിപ്പിക്കുമെങ്കിൽ ഈ നല്ല ഇടയൻ തൻ്റെ അടുക്കൽ വരുന്നവനെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നയിച്ചു കൊണ്ടുപോകും. 23-ാമത്തെ സങ്കീർത്തനത്തിൽ നാം പാടുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. സ്വസ്ഥത അനുഭവിക്കുവാൻ അവസരം ഉപയോഗിക്കുന്നവന്റെ പ്രാണനെ നല്ല ഇടയൻ തണുപ്പിക്കുകയും അവനെ തൻ്റെ നീതിപാതകളിൽ നടത്തുകയും ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കി കൊടുക്കുകയും തൻ്റെ വടിയാലും കോലിനാലും ഉള്ള ആശ്വാസം നൽകുകയും തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും തന്നെയുമല്ല, കൂരിൽ വെളിപ്പെടുത്തുന്ന താഴ്വരയിൽ കൂടി നടക്കേണ്ടി വരുമ്പോൾ തനിച്ചു വിടാതെ കൂടെ നടക്കുകയും ചെയ്യുകയും ചെയ്യും. ഈ നന്മകൾ അനുഭവിക്കുന്നവനാണ് സ്വസ്ഥതയുള്ളവരായിരിക്കുന്നത്. ഈ വിധ സ്വസ്ഥത തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾ അനുഭവിച്ച് തൃപ്തിയുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്വസ്ഥത എന്ന വാഗ്ദത്തത്തിൻ്റെ വിലയും ശ്രേഷ്ഠ സ്വഭാവവും തിരിച്ചറിയുവാൻ ശ്രമിക്കുകയും അത് പ്രാപിക്കുവാൻ വാഞ്ചിക്കുകയും ചെയ്യണം. നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതിയെയും അവൻ്റെ വഞ്ചനയെയും നാം തിരിച്ചറിയുകയും വേണം. അവൻ്റെ വഞ്ചനയിൽ കുടുങ്ങാതെ സൂക്ഷ്മതയുള്ളവരായി ദൈവവചനത്തിൻ്റെ സ്വസ്ഥതയിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. വിളിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ഈ സ്വസ്ഥത അനുഭവിക്കണമെന്നതാണ് ദൈവത്തിന് അവൻ്റെ മേലുള്ള ആഗ്രഹം. പ്രിയരെ, സ്വസ്ഥത നേടുവാനുള്ള അവസരം ഓരോ മനുഷ്യനും ദൈവം നൽകി തന്നിട്ടുണ്ട്. ആ അവസരം
നഷ്ടമാക്കാതെ ഉപയോഗിക്കണമെന്ന ആഗ്രഹമാണ് ഒരുവന് ഉണ്ടാകേണ്ടത്. അതിനുള്ള ശ്രമവും അവൻ നടത്തണം. തൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവളായ പരവശയായി തീർന്ന ഒരു സ്ത്രീ, അവളേറെ അസ്വസ്ഥയായി കഴിച്ച തൻ്റെ കഴിഞ്ഞ ജീവിത നാളുകളിൽ തുടരവേ താൻ പതിയെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാളിൽ താൻ സ്വസ്ഥത പ്രാപിക്കുവാനുള്ള ഒരവസരം അവൾക്ക് മുൻപിൽ ഒരുക്കപ്പെട്ടു. ഇത് ഞാൻ രക്ഷ പ്രാപിക്കുവാനുള്ള, എനിക്ക് വേണ്ടിയുള്ള അവസരം എന്ന് തിരിച്ചറിഞ്ഞവൾ സ്വസ്ഥത നേടാൻ ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹം അവളോട് തന്നെ പറഞ്ഞു. അവൾ അതിനുവേണ്ടി ശ്രമിച്ചു. അവളുടെ ശ്രമം വിജയിച്ചു. അവൾ രക്ഷ പ്രാപിച്ചു. അവളുടെ അസ്വസ്ഥത അവളെ വിട്ടുമാറി. രക്തസ്രാവക്കാരിയായിരുന്ന അവൾ അത് തിരിച്ചറിഞ്ഞു. അവളിൽ ആ സ്വസ്ഥതയുടെ അവസ്ഥ പ്രകടമായി. ദൈവവചനം പറയുന്നത്, ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി. താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു എന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യേശുവിനാൽ അവൾ സ്വസ്ഥത അറിഞ്ഞു. അതിനെക്കുറിച്ച് യേശു അവളോട് പറഞ്ഞത്, യേശു അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. അർത്ഥാൽ, മകളെ, ഞാൻ നിനക്ക് നൽകിയ സ്വസ്ഥത നിന്റെ ജീവിതത്തിൽ നീ നിലനിർത്തി അനുഭവിക്കുവാൻ നീ ശ്രദ്ധിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. കൂടപ്പിറപ്പുകളെ, നല്ല ഇടയനായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വസ്ഥത അത് നഷ്ടപ്പെടുത്താതെ, ശത്രു അത് അപഹരിക്കാതെ സൂക്ഷിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. കർത്താവിന് അരികിലേക്ക് കടന്നു വരിക. അവൻ്റെ വചനത്തെ ഏറ്റെടുത്ത് അനുസരിക്കുക. അവൻ നിങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് വിളിക്കുന്നു. കൽപ്പിക്കപ്പെട്ട സ്വസ്ഥത, വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വസ്ഥത സ്വന്തമാക്കിയെടുക്കുവാൻ പ്രിയരെ ആഗ്രഹിക്കുക, ശ്രമിക്കുക. ആ സ്വസ്ഥത അനുഭവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാനും താല്പര്യപ്പെടുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. വാഗ്ദത്തങ്ങൾ അതിവിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കുള്ള അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ, സകല മനുഷ്യർക്കും ഉള്ള വാഗ്ദത്തമാണല്ലോ ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും എന്നുള്ളത്. കഴിഞ്ഞ നാളുകളിൽ ആ സ്വസ്ഥത കൈവരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം തന്നു. എന്നാൽ ഇന്നും സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥരായി കഴിയുന്ന, അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തി അസ്വസ്ഥരായി കഴിയുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന സ്വസ്ഥതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ സ്വസ്ഥത നിലനിർത്തി അനുഭവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഇന്ന് പകലിലും തുറന്നുള്ള നാളുകൾ സഹായിക്കണമേ. അസ്വസ്ഥരായി കഴിയുന്ന ചിലരെയെങ്കിലും സ്വസ്ഥത നൽകുന്ന കർത്താവിന് അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ന് പകൽ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും കൃപയും ഇന്ന് പകൽ ചൊരിയണം. സൗഖ്യം കൽപ്പിക്കണം, വിടുതൽ കൽപ്പിക്കണം. സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ എല്ലാവരെയും പ്രാപ്തരാക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിനു വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.